അച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതേ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ചേട്ടായിക്ക് രാവിലെ പോകുന്നുള്ളതുകൊണ്ട് ചോറും കറിയൊക്കെ, ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റി കൊടുത്തു വിട്ടു. നമ്മൾ ഇന്നലെ വൈകുന്നേരം വെച്ച് ചോറായതുകൊണ്ട് രാവിലെ തിളപ്പിച്ച് ഊറ്റുമ്പോൾ നല്ല ചോറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു വിട്ടു. പിന്നെ ഇതേ കപ്പയുണ്ടായിരുന്നു, കപ്പേൻ്റെ മീൻ കറിയാണ് കഴിക്കാൻ പോകുന്നത്, മീൻ വറുത്തതും ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ തിന്നുകൊണ്ട് ആരംഭിക്കാം. കുറേ ദിവസമായി ഡേ മൈ ലൈഫ് എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ, പകുതി വെച്ച് ഞാൻ നിർത്തും. കാരണം നമുക്ക് ഡെയിലി 2 GB ഉള്ളൂ, അപ്പോൾ അതിലൊതുങ്ങുന്ന വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അല്ലാണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും MB കുറേ അങ്ങനെ തീരും. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ഇത് കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞാപ്പിക്ക് കൊടുത്തോട്ട്, കുഞ്ഞാപ്പി രാവിലെ ചോറ് ഉണ്ണത്തുള്ളൂ, ചോറ് കുഞ്ഞാപ്പി കഴിച്ചു. അപ്പോൾ ഞാൻ കപ്പ തിന്നട്ടെ കേട്ടോ. കപ്പ തിന്നിട്ട് പാത്രം വെച്ചത്, അതായത് കഴിക്കുന്ന പാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പാത്രമൊന്നുമില്ല. എല്ലാം രാവിലെ തന്നെ ഞാൻ ചെയ്തായിരുന്നു. രാവിലെ എഴുന്നേറ്റ പാടെ ഈ ഫോണുമായിട്ട് ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തൊട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കപ്പ തിന്നാണ്. കപ്പ ഇങ്ങനെ രാവിലെ കടുകൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ താളിച്ച്, മീനാണ് കേട്ടോ, എന്ത് മീനാണെന്നൊന്നും വരത്തില്ല. അപ്പോൾ ഇത് തിന്നട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ, ഇന്ന് വാലൻറ്റൈൻസ് എന്ത് പറയുന്നത്. അപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കുമൊക്കെ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. കപ്പിനകത്താണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇത് 2 പേരുടെ ചായയാണ്, ചേട്ടായി ചായ കുടിച്ചില്ല. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരണം. ഇന്ന് വൈകുന്നേരം വരെയുള്ള എടുക്കാമെന്ന് നോക്കാം. ഇന്ന് കിച്ചൺ ഡ്യൂട്ടിയുടെ അധികം വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോ ആവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിനി ഇവിടെ എല്ലാം തൂത്ത് വരട്ടെ. കുഞ്ഞിന്റെ സ്പൂൺ കിടക്കുന്ന കുഞ്ഞ് വഴങ്ങി കിടക്കുക. എനിക്കിവിടെ ഒരു കുഞ്ഞുണ്ടേ, ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് മിളകി കിടക്കുവാണ്. തൂത്തുവാരി ഇട്ടിട്ട് വേണം മുറ്റമടിക്കാൻ. അപ്പോൾ ഞങ്ങൾ മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അയ്യോ, കുറേ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ വാല തൂങ്ങി ഒരാളുണ്ട്. മുറ്റമടിക്കട്ടെ. അവിടെ കയറില്ല കുഞ്ഞി, ഇങ്ങോട്ടിറങ്ങി ഇറങ്ങാം. നീ ഇറങ്ങടി. അപ്പോൾ ഞങ്ങൾ മുറ്റമൊക്കെ അടിച്ച് തീയൊക്കെ കത്തിച്ച്, ഇനി പുറകുവശം മുറ്റമുണ്ട്, അതും കൂടെ ഒന്ന് അടിക്കട്ടെ. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ മുക്കി തുണി വെച്ചിട്ടുണ്ട്, തുണി അലക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ തുണിയെല്ലാം അലക്കി, ഒരു ദിവസത്തെ തുണിയാണ് കേട്ടോ ഇത്രയും. ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ തുണി. അപ്പം നമുക്ക് വാഷിംഗ് മെഷീനൊന്നുമില്ല, നമ്മൾ കല്ലിലാണ് കേട്ടോ അലക്കുന്നത്. കല്ലിൽ അലക്കുന്നതാണ് എനിക്ക് തൃപ്തി. പിന്നെ നമുക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.
എന്നാലും നമുക്ക് ആരോഗ്യ ആയുസ്സുമുള്ള കാലത്തോളം നമുക്ക് അലക്കാൻ ഉള്ള ഇതുള്ളിടത്തോളം നമുക്ക് കല്ലിൽ അലക്കുന്ന കേട്ടോ നല്ലത്. കല്ലിൽ അലക്കിയാലേ നന്നായിട്ട് ചെളിയൊക്കെ പോകത്തുള്ളൂ. മെഷീനിൽ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ മെഷീനിൽ നല്ല യൂസ്ഫുള്ളാണ് അവർക്ക്. വീട്ടിലിരിക്കുന്ന എനിക്ക് വേറെ എന്നാ പണിയുള്ള പ്രത്യേകിച്ച്. അപ്പോഴത്തേനും നമുക്ക് കല്ല് തന്നെയുള്ളൂ, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ തുണിയൊക്കെ അലക്കി ഇനിയിപ്പോൾ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം കുഞ്ഞാപ്പിനെ ഒരുക്കി അംഗനവാടി വിടണം, പിന്നെ എനിക്ക് കുളിക്കണം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുളി കഴിഞ്ഞിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ കുഞ്ഞാപ്പിനെ ഒരുക്കിയൊക്കെ നിർത്തി ഞാൻ ഒരുങ്ങുവാണ്. കുഞ്ഞാപ്പി അപ്പോൾ ഞാനും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് റെഡിയായി നനഞ്ഞ മുടി ഈരരുതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നുള്ളതുകൊണ്ട് മൂളുഭാഗം മാത്രം ഒന്ന് കാണിക്കും കേട്ടോ. ഇത്രയേ വരുള്ളൂ. എന്നിട്ട് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. ഞങ്ങളെ നാട്ടിൽ പറയും മുടി കോണ്ടുക എന്ന് പറയും. ഓരോരോ നാട്ടിലും ഓരോരോ രീതി. സത്യം പറഞ്ഞാൽ ഇരുന്നതിന് തുല്യമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മുടി കെട്ടൊക്കെ വീണ് കിടക്കുന്നതൊക്കെ അഴിയും. ഇങ്ങനെ സത്യം പറഞ്ഞാൽ കാണിക്കേണ്ടത്. ഒരിക്കലും തോർത്തിട്ടിട്ട് അടിക്കരുത് കേട്ടോ. മുടിയിൽ തോർത്തിട്ടിട്ട് അടിക്കുമ്പോൾ മുടി ഒത്തിരി വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ശക്തി ഇല്ലാതല്ലേ, അപ്പോൾ അധികം മുടിയൊന്നും പോകത്തില്ല. പൊഴിയുന്നവരുടെ പോകും കേട്ടോ. എൻ്റെയൊക്കെ വരും. എൻ്റെയൊക്കെ എപ്പോൾ ഇങ്ങനെ കാണിച്ചാലും മുടി നല്ലപോലെ കൈ കിട്ടും. കാരണം മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം മുടി എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ മുടി അപ്പടി പോയി ഗൈസ്. ഉണ്ടോ, ഓരോരോ ട്രിപ്പിനും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതുപോലെ മുടി കിട്ടും. കണ്ടേ, ഡെയിലി ഒരു 19 മുടിയെങ്കിലും പൊഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു കാൽസ്യം ക്ലിപ്പ് ഇടുകയുള്ളൂ. കാൽസ്യം ക്ലിപ്പ് ഇടുമ്പോൾ മുടി മൊത്തത്തിലൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. കെട്ടി വെക്കുമ്പോൾ മുടിക്കകത്ത് കായൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. സിന്ദൂരമൊക്കെ തീർന്നു. സിന്ദൂരമൊക്കെ മേടിക്കാറായി. അപ്പം ഇതേ ഉള്ളൂ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ. ഒരു പൊട്ട് തൊടണമല്ലോ. പൊട്ടൊക്കെ ഞാനിങ്ങനെ അലമാരിയിൽ കുത്തി കയറ്റി വെക്കും. കുത്തി കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അലമാരിയിൽ വെക്കും. അതിങ്ങനെ എടുത്ത് തൊടും, പിന്നെ അവിടെ തന്നെ കൊണ്ട് വെക്കും. അങ്ങനെയൊക്കെയാണ് പൊട്ടിൻ്റെ ഇടപാട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി കുഞ്ഞാപ്പിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ അംഗനവാടിയിലൊക്കെ കൊണ്ടേ വിട്ട് അലമാരി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അലമാരിയുടെ അകത്തിരിക്കുന്ന തുണിയൊക്കെ മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മടക്കി തന്നെയാണ് വെച്ചേക്കുന്നത്, എന്നാലും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊന്ന് ചെയ്യട്ടെ കേട്ടോ. ഞാനാണ് ഇന്നലെ ഡെയിമേ ലൈഫ് എടുത്തിട്ട് പകുതി വരെ എത്തിയപ്പോൾ മറന്നുപോയി ഗൈസ്, ഡെയിമേ ലൈഫ് എടുക്കുന്ന കാര്യം. അപ്പം പിറ്റേ ദിവസം രാവിലത്തെയാണ് പിന്നത്തെ ചായ കുടിക്കുന്ന സമയമായപ്പോഴാണ് പിന്നെ ഞാൻ ഓർത്തത് ഡെയിമേ ലൈഫിൻ്റെ കാര്യം. അതുപോലെ മറവിയാണ്. അപ്പോൾ വേറൊരു ദിവസം ഡെയിമേ ലൈഫ് എടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചീറ്റിപ്പോയ വീഡിയോ ആണ്.